വർഷങ്ങൾ നീണ്ട ശനി ഭഗവാന്റെ തപസ്സിനിടയിൽ ധാമിനി എന്ന സുന്ദരി അദ്ദേഹത്തെ കണ്ടുമുട്ടി. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് ശനിയോട് പ്രണയം തോന്നി. അദ്ദേഹത്തിന്റെ തപസ്സിന് ഭംഗം വരുത്താതെ ധാമിനി മൗനമായി അദ്ദേഹത്തെ സേവിച്ചു. ഒരു കൊടുങ്കാറ്റിൽ ഒരു മരക്കൊമ്പ് ശനിയുടെ നേർക്ക് വന്നപ്പോൾ ധാമിനി സ്വന്തം ശരീരം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പരിചയമായി നിന്നു. അവളുടെ വേദന നിറഞ്ഞ നിലവിളി കേട്ട് ശനി ഭഗവാൻ കണ്ണു തുറന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ ആദ്യം കണ്ടത് കൈകൾ കൂപ്പി കണ്ണീരോടെ ശരീരത്തിൽ മുറിവുമായി നിൽക്കുന്ന ധാമിനി ദേവിയെയാണ്. കോപത്താൽ അദ്ദേഹത്തിന്റെ നോട്ടം തീവ്രമായി. ആ ദിവ്യ ദൃഷ്ടിയിൽ ആ മരക്കൊമ്പ് ദൂരേക്ക് തെറിച്ചുപോയി. ശനി ഭഗവാൻ വീണ്ടും കണ്ണുകൾ അടച്ച് നടന്നതെല്ലാം മനസ്സിൽ കണ്ടു. ദേവിയുടെ ത്യാഗം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് ധൈര്യം സംഭരിച്ച് ധാമിനി ദേവി തന്റെ ഭക്തിയും സ്നേഹവും തുറന്നു പറഞ്ഞു. അപ്പോൾ ശനി ഭഗവാൻ സൗമ്യമായി ഇങ്ങനെ മറുപടി പറഞ്ഞു: ദേവി, എന്റെ മാതാവിന്റെ അനുവാദമില്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുകയില്ല. അങ്ങനെ അദ്ദേഹം ധാമിനി ദേവിയെയും കൂട്ടി അദ്ദേഹത്തിന്റെ മാതാവായ ഛായാദേവിയെ കാണാൻ പുറപ്പെട്ടു. അതേസമയം ഛായാദേവി ഭർത്താവായ സൂര്യ ഭഗവാനോട് അദ്ദേഹത്തിന്റെ ഭാര്യയായ സന്ധ്യാദേവിയേക്കാൾ അല്ലെങ്കിൽ സഞ്ജനാദേവിയേക്കാൾ കൂടുതൽ ഭക്തിയോടെ തന്റെ കടമകൾ നിറവേറ്റുകയായിരുന്നു. ഇത് സന്ധ്യാദേവിയിൽ അസൂയ വളർത്തി. അഹങ്കാരത്തോടെ സന്ധ്യാദേവി ഛായാദേവിയോട് പറഞ്ഞു: നീ എന്റെ നിഴൽ മാത്രമാണ് ഛായേ. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എന്റെ എല്ലാ ആജ്ഞകളും അനുസരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അതിൽ ഭംഗം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ എന്നിലേക്ക് ആഗിരണം ചെയ്യുകയാണ്. ഛായാദേവി താഴ്മയോടെ യാചിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്കൊരു ആഗ്രഹം മാത്രം സാധിച്ചു തരൂ. എന്റെ പുത്രൻ ശനിയെ ഒരു തവണ കാണാൻ എന്നെ അനുവദിക്കണം. പക്ഷേ സന്ധ്യാദേവി ക്രൂരമായി മറുപടി പറഞ്ഞു: നിന്റെ പുത്രനെ കണ്ടാൽ അവൻ നിന്നെ ഒരിക്കലും എന്റെ അടുത്തേക്ക് നിന്നെ തിരികെ വിടില്ല. ഇത് പറഞ്ഞുകൊണ്ട് സന്ധ്യാദേവി ഛായാദേവിയെ പൂർണ്ണമായും തന്നിലേക്ക് ആഗിരണം ചെയ്ത് ഇല്ലാതാക്കാൻ ഒരുങ്ങുമ്പോൾ ശനി ഭഗവാനും ധാമിനി ദേവിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്നേഹത്തോടെയും തിരിച്ചറിവോടെയും അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങി: മാതേ, ശനി ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം ശം ശനൈശ്വരായ നമഃ എന്ന് ടൈപ്പ് ചെയ്യുക.